വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാതെ DCC നേതൃത്വം. സീറ്റിനായി വടം വലിക്കുന്ന മുതിർന്ന നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. അർഹമായ പരിഗണന നൽകിയില്ലെങ്കിൽ നൂലിൽ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ലെന്ന് യുവജന നേതൃത്വവും പറഞ്ഞു കഴിഞ്ഞു. നോമിനേഷൻ നൽകാൻ 2 ദിനം മാത്രം ബാക്കി നിൽക്കെ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിലെ പ്രശ്നപരിഹാരത്തിന് അനുരഞ്ജന നീക്കവുമായി KPCC നേതൃത്വം ഇടപെട്ടേക്കും. UDF കാലങ്ങളായി ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് ഭരണം ഇക്കുറി തമ്മിലടിയിൽ നഷ്ടമാകുമെന്ന അവസ്ഥയെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. മാരത്തോൺ ചർച്ച നടത്തിയിട്ടും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ DCC നേതൃത്വത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മുതിർന്ന നേതാക്കളായ KL പൗലോസ്, KK വിശ്വനാഥൻ എന്നിവർ വിജയസാധ്യതയുള്ള സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്, ജഷീർ പള്ളിവയൽ, KSU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് എന്നിവർക്ക് സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നതും DCC നേതൃത്വത്തിന് തലവേദനയായി. സീറ്റ് നിഷേധിച്ചാൽ പരസ്യ പ്രതികരണം നടത്തുമെന്ന് ജഷീർ പള്ളിവയൽ നേതൃത്വത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പട്ടികവർഗ സംവരണ ഡിവിഷനിൽ സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് DCC ജനറൽ സെക്രട്ടറി OR രഘു ആദിവാസി നേതാക്കളെ സംഘടിപ്പിച്ച് DCC ഓഫീസിലെത്തി ഭീഷണി മുഴക്കി. കാലങ്ങളായി കുത്തകയായി വെച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് ഭരണം കഴിഞ്ഞ തവണ നറുക്കെടുപ്പിലൂടെയാണ് UDF നിലനിർത്തിയത്. അതേസമയം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചു. സ്ഥാനാർത്ഥിത്വത്തിനായി കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടിയിൽ ഭരണം നഷ്ടമാകുമോ എന്ന ആശങ്ക ലീഗ് നേതൃത്വത്തിനുമുണ്ട്. അമൃത ന്യൂസ്, വയനാട്.